മൈ സ്റ്റോറി സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മൈ സ്റ്റോറി പാർട്ട് 1 കണ്ടിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവുള്ളൂ. പാർട്ട് 1ൻ്റെ കണ്ടിന്യൂഷനാണ് പാർട്ട് 2. ഈ പാർട്ട് 2 കൂടിയിട്ട് എൻ്റെ സോനുവിനെ കണ്ടുമുട്ടുന്ന വരെയുള്ള എൻ്റെ സ്റ്റോറി ആണ് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക. പാർട്ട് 1 കാണാതെ പാർട്ട് 2 കാണരുത്. പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2 കാണുക. ശരി. അപ്പോൾ ഇവൻ അവിടെ ഗൾഫിലേക്ക് എത്തി. അപ്പോൾ ഗൾഫിലേക്ക് എത്തുമ്പോൾ, ദുബായിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ അത്രയും കാലത്തെ സ്വപ്നം പോവുകയാണ്. കാരണം അത്രയും വർഷങ്ങൾ, ഒരുപാട് വർഷമായി അപ്പോഴേക്കും. ഒരുപാട് കൊല്ലാൻ പോകുന്നു. എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അപ്പോൾ അവിടെ ഒരു റൂം ഞാൻ എടുത്തു. കടയുടെ അടുത്ത് തന്നെ ഒരു റൂം എടുത്തു. ഇവൻ അവിടെ എത്തുന്നു. ഞങ്ങൾ ഒരുമിച്ച് താമസം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാള് ഈ പറഞ്ഞ പോലെ അവന് കടയുടെ മേൽനോട്ടം അവനുണ്ടായിരുന്നു. അവൻ കൂടുതൽ കട നോക്കുന്ന ഭാഗത്ത് ഇരിക്കാൻ തുടങ്ങി. ഒപ്പം തന്നെ പെട്ടെന്നൊരു ജോലി കിട്ടാൻ അവന് എളുപ്പമല്ലല്ലോ. അപ്പോൾ ലൈസൻസ് എടുക്കണം അവിടുത്തെ. അവൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഡ്രൈവിംഗ് ആണ്. വണ്ടി ഓടിക്കലാണ് അവൻ്റെ മെയിൻ ജോലി. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് ഇവനെ ചേർത്തിച്ചു. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവനെ ചേർത്തിച്ചു. ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ചേർന്നു. അപ്പോൾ ഇവനിങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. കാരണം അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനും എളുപ്പമല്ല. ഓരോ പ്രാവശ്യം ഫെയിലാകുമ്പോഴും എത്രയോ ദിറംസ് വെച്ചിട്ടൊക്കെ കെട്ടണം. അപ്പോൾ ഓരോ പ്രാവശ്യം ഫെയിലായി വരുമ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ അടുത്ത പ്രാവശ്യം കിട്ടണേ. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. രണ്ടാളും ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. വളരെ സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആദ്യമുണ്ട്. കാരണം ഇതൊന്നും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല. അവിടെ എൻ്റെ ബന്ധുക്കളൊക്കെ ഒരുപാട് പേരുള്ളതാണ്. അപ്പോൾ അറിയാലോ, നമ്മുടെ മലയാളികളുടെ ഒരു അസുഖം എന്ന് പറയുന്നത് ആരെ കണ്ടാലും എപ്പോഴാണ് കല്യാണം കഴിക്കാത്തവരെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴാണ് കല്യാണം എന്നാണ് ചോദിക്കുക. അപ്പോൾ ആ ചോദ്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ എപ്പോഴും വരാറുണ്ട്. എപ്പോഴാണ് നീ കല്യാണം കഴിക്കണേ, എപ്പോഴാണ് അവൻ കല്യാണം കഴിക്കണേ എന്നുള്ള ചോദ്യമൊക്കെ എപ്പോഴും വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കേൾക്കുമ്പോൾ. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇവനെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ചേർത്ത് 7ാമത്തെ പ്രാവശ്യം അങ്ങോട്ടാണ് അവന് ലൈസൻസ് കിട്ടിയത്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ടേണിംഗ് പോയിന്റ് ലൈഫിൽ. അത് ടേണിംഗ് പോയിന്റ് ട്വിസ്റ്റ് എന്താ പറയുന്നതെന്ന് അറിയണില്ല. നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നത് നമ്മൾ എന്താ പറയുക, വിധിന്ന് ചിലപ്പോൾ അതിനെ പറയാം, അല്ലെങ്കിൽ എന്താ അതിനെ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കട തുടങ്ങി വളരെ സക്സസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാട്ടിൽ എൻ്റെ അച്ഛൻ ലിവർ സിറോസിസ് ആയിട്ട് മരിക്കുന്നത്. അപ്പോൾ അച്ഛന് ആദ്യം തന്നെ ലിവർ സിറോസിസ് വന്നപ്പോൾ സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നു. അപ്പോൾ അച്ഛനെ എൻ്റെ മാരേജ് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും, കല്യാണം കഴിക്കണം. അപ്പം എൻ്റെ മനസ്സിൽ ഇതാണ്, അത്രയും വർഷം ഇവനെയായിട്ട് ജീവിക്കുന്നു എൻ്റെ പാർട്ട്ണർ, ഇതെങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഘാതമാണ് ഉണ്ടാവുകയെന്ന് എനിക്കറിയാം. പറയാനും പറ്റണില്ല, പറയാതിരിക്കാനും പറ്റണില്ല. അച്ഛനാണെന്നുണ്ടെങ്കിൽ വയ്യാണ്ടായി തുടങ്ങി. അപ്പം അച്ഛനും വിവാഹം കഴിക്കേണ്ട കാര്യം പറയുന്നു. അപ്പം ഞാൻ മനസ്സിലാകെ ആദ്യം അടക്കി പിടിച്ചിട്ട്, പിന്നെ ആ പ്രാവശ്യം വന്നപ്പോൾ അച്ഛന് കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അച്ഛൻ വീട്ടിലേക്ക് വന്നു. അപ്പം ഞാൻ വീണ്ടും ദുബായിലേക്ക് പോയി. അവിടുന്ന് കൃത്യം 2 മാസം കഴിഞ്ഞപ്പോൾ അച്ഛനെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അത് ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു. ആദ്യം എറണാകുളത്ത് ലേക്ക് ഷോറിലാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛന് സീരിയസ് ആണ്, നീ വേമാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ഞാൻ നാട്ടിൽ വരുമ്പോൾ ലേക്ക് ഷോറിന് അച്ഛനെ എൻ്റെ കോയമ്പത്തൂരിലുള്ള രണ്ടാമത്തെ ചേച്ചി അച്ഛനെ കോയമ്പത്തൂർ കോവൈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം ഞാൻ ഇവിടെ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയിട്ട് നേരെ കോവൈ ഹോസ്പിറ്റലിലേക്ക് പോയി, അന്ന് ടാക്സി വിളിച്ചിട്ട്. അപ്പോൾ കോവൈ ഹോസ്പിറ്റലിൽ അവിടെ എത്തിയപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായാണ് അച്ഛൻ അത്രയും അവശ നിലയിലാണ് അച്ഛൻ. അപ്പോൾ എന്നാലും എനിക്കിങ്ങനെ മനസ്സിങ്ങനെ വെപ്പുക. കാരണം എനിക്കറിയാം അച്ഛനെ എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അച്ഛനെ എന്നോട് വഴക്കൂടുമ്പോഴും അല്ലെങ്കിൽ എന്നെ ചീത്ത പറയുമ്പോഴും
ഞാൻ നന്നായി കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ മനസ്സിൽ മുഴുവൻ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛനെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ കാണുമ്പോൾ ഭയങ്കര വിഷമമായി. ഞാൻ ഡോക്ടറെ ഉടനെ തന്നെ താഴെ ഡോക്ടറെ പോയി കണ്ടു ഞാൻ. എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും എന്ത് വഴി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ലിവർ അപ്പാടെ പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസത്തിൽ തന്നെ മരിക്കും, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന് വീട്ടിലിരുന്ന് മരിക്കാം, ബന്ധുക്കളുടെ ഇടയിൽ ഇരുന്ന് മരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സങ്കടത്തോടെയും വിഷമത്തോടും കൂടിയിട്ട് വീട്ടിൽ റൂമിലേക്ക്, അച്ഛനെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള റൂമിലേക്ക് വരുന്നു. അപ്പോഴേക്കും അച്ഛൻ കോമ സ്റ്റേജിലേക്ക് ആയി, അച്ഛനെ ഓർമ്മ പോയി. ഞാൻ വരുമ്പോൾ കണ്ടു, അച്ഛൻ എന്നെ കണ്ടു, അച്ഛൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ഞാൻ കണ്ടു, എൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നു. അങ്ങനെ പിന്നെ ഞാൻ ഡോക്ടറോട് സംസാരിച്ച് റൂമിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അച്ഛന് ഓർമ്മയൊക്കെ പോയിരിക്കുന്നു. അപ്പം ഞാനും അമ്മയും എൻ്റെ രണ്ടാമത്തെ ചേച്ചിയും കൂടിയിട്ട് ആ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ട് ഞങ്ങൾ മൂന്നാൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാരണം ഞങ്ങൾക്ക് മനസ്സിലായി കഴിയുകയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മൂന്നാളും. എന്നിട്ട് അവിടുന്ന് ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആംബുലൻസിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം അച്ഛൻ മരിക്കുകയാണ്. അപ്പോഴേക്കും ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും വന്നു. അച്ഛൻ മരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ മരിക്കണ അവസാന ശ്വാസം എടുക്കുമ്പോഴും അച്ഛൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. എന്തായാലും അച്ഛൻ ഒന്നും അറിയാണ്ടാണ് അച്ഛൻ മരിച്ചു പോയത്. അച്ഛനൊന്നും അറിയില്ലായിരുന്നു, അച്ഛൻ അങ്ങനെ പോയി. അമ്മ അത് കഴിഞ്ഞ് അപ്പം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ആദ്യമാണ്. കാരണം അച്ഛൻ മരിച്ചു, വീട്ടിൽ അമ്മ ഒറ്റയ്ക്കായി. വീട്ടിലാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അച്ഛൻ മരിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് മാരേജ് പ്രഷർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് അറിയില്ല. പിന്നെ ഇപ്പോൾ ഇവൻ്റെ വീടും വളരെ അടുത്താണ്, എൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ് രാജുവേട്ടൻ്റെ വീട്. അപ്പോൾ രാജുവേട്ടൻ്റെ വീട്ടിലും ഈ പറഞ്ഞ പോലെ മാരേജ് പ്രഷർ രാജുവേട്ടന് വളരെ ഹൈ ആയിട്ടുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോൾ എന്തായാലും വിവാഹം കഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ മരിച്ച് ഞാൻ കുറച്ച് നാൾ നാട്ടിലുണ്ടായിരുന്നു, 1 മാസം നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ദുബായിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഈ ഇടിവെട്ടിയനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ ഉള്ളൊരവസ്ഥ എനിക്കുണ്ടായത്. കാരണം ഞാൻ നാട്ടിലുള്ളപ്പോൾ തന്നെ അച്ഛൻ മരിച്ച സമയത്ത് തന്നെ എൻ്റെ ഇൻ്റർനെറ്റ് കഫേ കോഫി ഷോപ്പിലെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് കോഫി കൊടുക്കുന്നതല്ലായിരുന്നു മെയിൻ വരുമാനം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസേജും അല്ലായിരുന്നു മെയിൻ വരുമാനം എന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ ഇന്ത്യൻസ്, പാകിസ്ഥാനി, ഫിലിപ്പീൻസ് ഈ ആൾക്കാർക്ക്, ഈ നാഷണാലിറ്റി ആൾക്കാർക്ക് അവരുടെ നാട്ടിലേക്ക് ഫോണിൽ കൂടെ വിളിക്കുന്നെങ്കിൽ ഭയങ്കര ചാർജാണ്. അന്ന് അവിടെ എറ്റിസലാത്താണ് ഉണ്ടായിരുന്നത്. എറ്റിസലാത്തിൻ്റെ ഇത് കണക്ഷൻ ഇപ്പോൾ ഇവിടുത്തെ ഐഡിയ എന്നൊക്കെ പറയുന്ന പോലെ, എയർടെൽ, റിലയൻസ് പറയുന്ന പോലെ, ജിയോ എന്ന് പറയുന്ന പോലെ അവിടെ എത്തിസലാത്ത്. അപ്പോൾ എത്തിസലാത്തിൻ്റെ കണക്ഷന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വിളിക്കുമ്പോൾ, മൊബൈലിൽ നിന്ന് വിളിക്കുമ്പോൾ ഈ നാഷണാലിറ്റി ആൾക്കാർക്ക്, ഇപ്പം നമ്മുടെ ആൾക്കാർക്കൊക്കെ ഭയങ്കര പൈസയാവും. ഒന്ന് വീട്ടിലേക്ക് വിളിച്ച് 1-2 മിനിറ്റ് പറയുമ്പോഴേക്കും ഒരുപാട് ദിറംസ് പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കാർഡാണ്. ഈ ഇൻ്റർനെറ്റ് കാർഡ് വഴി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30 മിനിറ്റ് 60 മിനിറ്റ് ഒക്കെ കുറച്ച് ദിറംസിന് സംസാരിക്കാൻ പറ്റും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗലാണ് ദുബായിൽ. ഇല്ലീഗൽ എന്ന് പറഞ്ഞാലും ഞാൻ കട സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാ ഇന്റർനെറ്റ് കഫേയിലും ഇത് യൂസ് ചെയ്യായിരുന്നു. അപ്പൊ ഇത് ഇല്ലീഗലാന്ന് പോലും എനിക്കറിയണ്ടായിരുന്നില്ല. ഇതെല്ലാ ഇന്റർനെറ്റ് കഫേയിലും യൂസ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ ഇന്റർനെറ്റ് കഫേ തുടങ്ങണതും ഇത് സ്റ്റാർട്ട് ചെയ്യണതും ഒക്കെ. പക്ഷെ കഷ്ടകാലത്തിന് അച്ഛൻ്റെ മരണം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ കടയിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ലോക സാമ്പത്തിക മാന്ദ്യം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം, 2009 ആ ടൈമാണ്. അപ്പോൾ UAE ഗവൺമെന്റിന്റെ കയ്യിലൊന്നും വലിയ പൈസ ഇല്ല ആ സമയത്ത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർനെറ്റ് കഫേകളിലൊക്കെ കയറിയിട്ട് ഈ കോളിംഗ് ഉള്ള ഒരുവിധം എല്ലാ ഇന്റർനെറ്റ് കഫേയിലും ഒന്ന് കോളിംഗ് ഉണ്ട്. ഇവർക്കൊക്കെ വലിയ ഫൈൻ ഇട്ട് കൊടുക്കുക, 5000-6000 ദറംസൊക്കെ അങ്ങനെ വന്ന് ഫൈൻ ഇട്ട് പോകലായിരുന്നു ഇവരുടെ പണി. അങ്ങനെ എൻ്റെ കടയിൽ അന്ന് 2 സ്റ്റാഫുകളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ നാട്ടിലുള്ള സമയത്ത് ഒരു ദിവസം എൻ്റെ കടയിലെ സ്റ്റാഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നികേഷ് ചേട്ടാ ഇങ്ങനെ കടയിൽ ഒരു അറബി കയറി വന്നു, ഫൈൻ ഇട്ടു, ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 6000 ദിറംസ് ഫൈൻ ഇട്ടിട്ട് പോയി പറഞ്ഞു.
അപ്പം അന്ന് രാജുവേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ രാജുവേട്ടനും എന്നോട് പറഞ്ഞു ഇങ്ങനെ കോള് ചെയ്യണതിന് ഫൈൻ ഇട്ടിട്ട് പോയി. ഞങ്ങൾക്കാണെങ്കിൽ ഈ കോളില്ലാതെ കട മുന്നോട്ട് പോവില്ല. കാരണം കടയുടെ വാടക കൊടുക്കണം, സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം, എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മെയിൻ പ്രോഫിറ്റ് ബിസിനസ് ഇതാണ്, ഇന്റർനെറ്റ് കോളിംഗ് ആണ് മെയിൻ ബിസിനസ്. ഇതില്ലാതെ കടയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നാൾ പിടിച്ചപ്പോൾ നമ്മളിത് നിർത്തിവെച്ചു. പിന്നെ കട മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും ഫൈൻ. അങ്ങനെ ഒരു 7-8 തവണ 7-8-9 തവണ ഈ ഫൈനാ വന്നു. ഈ ഫൈന വന്നപ്പോൾ പിന്നെ എനിക്ക് ഒരു നിക്കക്കളിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ. കട എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? കടയുടെ മുകളിലാണ് രാജുവേട്ടൻ്റെ വിസ ഇരിക്കുന്നത്. മുന്നോട്ട് പോകാൻ ഒരു രക്ഷയില്ല. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഞാൻ എൻ്റെ ജോലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. കാരണം ഈ കടയിൽ നിന്ന് ഭയങ്കര വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ജോലിയൊക്കെ നിർത്തിയിട്ട് കട മാത്രമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈൻ വന്ന് അവസാനം ഞാൻ രാജുവേട്ടനോട് കട കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഏകദേശം ഞാൻ എത്തുക. അപ്പം ഞാൻ റൂമിലിരുന്നിട്ട് ഫ്ലാറ്റിലിരുന്നിട്ട് ഞാൻ രാജുവേട്ടനോട് പറഞ്ഞു, ചേട്ടാ കട കൊടുത്തിട്ട് നമുക്കിനി നാട്ടിൽ സെറ്റിൽ ആവാം. കാരണം അവിടെയാണെങ്കിലും ഗൾഫിലാണെങ്കിലും ആൾക്കാർ ഒന്നാമത് ഗൾഫിലൊരു ഗേ കപ്പിളായിട്ട് ജീവിക്കാൻ ഭയങ്കര പാടാണ്. എല്ലാവർക്കും എനിക്കറിയില്ല, എനിക്ക് അത്ര എളുപ്പമല്ലായിരുന്നു. കാരണം വളരെ ഒരു ക്രിമിനൽ കുറ്റമാണ് അവിടെ ഗേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗേ കപ്പിളായിട്ട് ഒക്കെ ഉള്ളത്. നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല, പുറത്ത് പറയാൻ കൂടി പറ്റില്ല. ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് തന്നെ നമുക്കിത് പുറത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ നിമിഷവും ബുദ്ധിമുട്ടാണ്. പിന്നെ ബന്ധുക്കളെല്ലാവരും ഇതുപോലെ കല്യാണക്കാരും പറഞ്ഞ് ചോദിക്കുമായിരുന്നു ബുദ്ധിമുട്ട്. അവരുടെ മുമ്പിലൊക്കെ ഞങ്ങൾ പാർട്ട്നേഴ്സാണ്, പക്ഷെ എനിക്കത് പുറത്ത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒക്കെ എപ്പോഴും ബുദ്ധിമുട്ട് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ രാജുവേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് കട കൊടുത്തിട്ട് നമുക്ക് നാട്ടിൽ സെറ്റിൽ ആവാം, ബാംഗ്ലൂരോ അധികം ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് സെറ്റിൽ ആവാമെന്ന് പറഞ്ഞു. അപ്പം അവനന്ന് 2 മനസ്സാണ്. നാട്ടിൽ വരാനും അവനെ വലിയ ഇഷ്ടമല്ല, പക്ഷെ എന്താ എൻ്റെ കൂടെ ജീവിക്കും വേണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് അവൻ നിൽക്കുന്നത്. പിരിയാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഒരു ദിവസം പോലും കാണാതിരിക്കാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ സാധിക്കാത്ത ആൾക്കാരാണ്. ഞാൻ കുറച്ച് ദിവസം ദുബായിൽ നിന്നിട്ട് തിരിച്ച് അവിടേക്ക് വരുമ്പോഴേക്കും കെട്ടിപ്പിടിച്ച് കരയിലും ഇതൊക്കെയാണ്. അത്രയ്ക്കും ഇഷ്ടമുണ്ടായിരുന്നു, അത്രയ്ക്കും സ്നേഹം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തീരുമാനിക്കുകയായിരുന്നു കട കൊടുക്കാം എന്നുള്ളത്. അപ്പം തൽക്കാലം ഞാൻ നാട്ടിൽ വരിക, അവിടെ അവൻ്റെ സുഹൃത്ത് വഴി ഷാജി എന്ന് പറഞ്ഞിട്ട് AC നന്നാക്കുന്ന ഒരു ഫ്രണ്ട് വഴി അവൻ ജോലി ഒപ്പിച്ചു. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ കൂടെ അവന് വരാൻ പറ്റില്ലായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്നുള്ള ധാരണയിൽ അവൻ അവിടെ ഒരു ജോലിക്ക് കയറി. ഒരു ഫർണിച്ചർ കമ്പനിയിൽ, ഷാർജയിൽ ഒരു ഫർണിച്ചർ കമ്പനിയിൽ ഡ്രൈവറായിട്ട് അവൻ ജോലിക്ക് കയറി. അപ്പോഴേക്കും ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ്. ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുപാട് വർഷത്തെ പ്രണയം, ഒരുപാട് വർഷത്തെ ലിവിങ് ടുഗദർ എല്ലാം ആയി. അങ്ങനെ കട സെയിൽ കഴിഞ്ഞു. ഞാൻ നാട്ടിൽ വരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നാട്ടിൽ വരുന്നേക്കാൾ മുമ്പ് ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ അവനൊരു മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സ്വർണ്ണ മോതിരം മേടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു ഞാൻ വരുന്നേക്കാൻ മുമ്പ്. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചു, പിറ്റത്തെ വർഷം ഓഗസ്റ്റ് 18-ാം തീയതി എന്നാണ് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. പിറ്റത്തെ വർഷം ഓഗസ്റ്റ് 18-ാം തീയതി അവൻ നാട്ടിലേക്ക് വരും, അല്ലെങ്കിൽ വരണം, അല്ലെങ്കിൽ വരും. അതെനിക്ക് ഉറപ്പ് തന്നു. അടുത്ത വർഷം ഓഗസ്റ്റ് 18-ാം തീയതി ഞാൻ നാട്ടിൽ വരും. അപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, നീ അവിടെ പോയിട്ട് ഒന്ന് സെറ്റ് ആവണം, എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ആവും, അപ്പം എനിക്ക് ഡയറക്റ്റ് നിൻ്റെ അടുത്ത് വരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അവനെ എയർപോർട്ടിൽ കൊണ്ടാക്കുക. അപ്പം 3 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു വർഷം മാറി നിൽക്കാനുള്ള പ്ലാനിൽ മാറുന്നത്. അപ്പം എന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കുമ്പോൾ എനിക്ക് എന്തോ എൻ്റെ മനസ്സിലൊരു ഫീൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ പിരിയാണോ എന്നുള്ളത്. എവിടെയോ എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആരോ അന്ന് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ പിരിയാണ്. അപ്പോൾ അവൻ ദുബായ് എയർപോർട്ടിൽ വരുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. പെട്ടി പുറത്തേക്ക് എടുക്കുന്നു, അവൻ പെട്ടി പുറത്തേക്ക് എടുക്കുന്നു, 2 പേരും കൂടി എയർപോർട്ടിനുള്ളിൽ പോകുന്നു, എൻ്റെ ചെക്കിനൊക്കെ കഴിയുന്നു. അപ്പോൾ ചെറിയൊരു തോന്നല് എനിക്ക് എവിടെ എൻ്റെ ബാഗേജ് ഒക്കെ ഇതാവുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേർക്കും തമ്മിൽ സംസാരിക്കാവുന്ന ലാസ്റ്റ് ആ വരയിൽ ഇങ്ങനെ 2 പേരും ഇങ്ങനെ നിൽക്കുക, ഞാനും അവനും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മാറണം. അപ്പം ഞാനിങ്ങനെ കൈ വിടുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്,
ഇത് അവസാനത്തെയാണോ എന്ന് എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആരോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇത് അവസാനത്തെയാണോ എന്നുള്ളത്. ഞാൻ കൈ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ, പിന്നെ പോയേ പറ്റും, പതുക്കെ ഇങ്ങനെ ഇങ്ങനെ വിട്ടു. അപ്പം അവൻ്റെ കൈ ഇങ്ങനെ അകന്നകന്ന് പോയി. അങ്ങനെ പോയി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. ഫ്ലൈറ്റിൽ നാട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്നു. അപ്പം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒന്ന് അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, രണ്ട് എൻ്റെ ബിസിനസ് ആകെ കുളമായി, ഫീലായി. മൂന്നാമത് ഞാൻ ആകെ മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനിലാണ് അപ്പോൾ. കാരണം ഇനി എന്താണ് അവസ്ഥ, ഇത് ഒന്നും പുറത്തു പറയാൻ പറ്റില്ല. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഞങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റില്ല. അവൻ്റെ വീട്ടിൽ മാരേജ് പ്രഷർ വളരെ ഹൈ, എൻ്റെ വീട്ടിൽ മാരേജ് പ്രഷർ വളരെ ഹൈ. എന്താ ചെയ്യേണ്ട, ആകെ ഒരു അങ്കലാപ്പ്, ആകെ പേടി, ഭയം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു അപ്പം എൻ്റെ. ഞാൻ വീട്ടുകാരായിട്ടും വളരെ അറ്റാച്ച്ഡാണ്, അമ്മയായിട്ടും ചേച്ചിമാരായിട്ടും. എൻ്റെ രണ്ടാമത്തെ ചേച്ചി, മൂത്ത ചേച്ചി, ഇവരൊക്കെയായിട്ട് ഞാൻ വളരെ ക്ലോസായി. ഈ ഒരു കാര്യം മാത്രമാണ് ഞാൻ എല്ലാവരും നിന്നും മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ബാക്കി എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയുമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് നാട്ടിൽ വന്നു, നാട്ടിൽ എത്തി. പിന്നെ എനിക്ക് വീട്ടിലധികം നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അറിയാലോ, നമ്മുടെ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ എപ്പോഴും നമ്മളോട് ചോദ്യങ്ങളാണ്. എപ്പോഴാണ് കല്യാണം കഴിക്കണത്, എപ്പോഴെൻ്റെ അമ്മേനെ ഒറ്റയ്ക്ക് ആക്കിയെടുക്കണത് വീട്ടിൽ, അങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ പിന്നെ എനിക്ക് നാട്ടിൽ നിൽക്കാനേ പറ്റണില്ല. അവൻ്റെ വീട്ടിൽ ഞാൻ ആ സമയത്ത് പോയി. അപ്പം അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ സിറ്റുവേഷൻ ഈ പറഞ്ഞ പോലെ വളരെ മോശമാണ്. കാരണം ഇവനോട് വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ട് അമ്മച്ചി എന്നോട് പറയുന്നു, നികേഷ് ഉണ്ണിയെ അവനോട് വിവാഹം കഴിക്കാൻ പറയും, ഉണ്ണി പറഞ്ഞാൽ അവൻ കേൾക്കും, ഉണ്ണി പറഞ്ഞാൽ മാത്രമേ അവൻ കേൾക്കുള്ളൂ, ഒരു വിവാഹം കഴിക്കാൻ പറയും, അവൻ്റെ കുട്ടീനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അമ്മച്ചിക്ക് എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. എനിക്കാണെങ്കിൽ നെഞ്ചിങ്ങനെ പൊട്ടുക. കാരണം എനിക്ക് പറയാൻ പറ്റുമോ അവരോട്, ഇത് പറയാനും പറ്റുന്നില്ല. ആകെ ഒരു അങ്ങനെ ഞാൻ കുറച്ച് നാള് വീട്ടിൽ നിന്ന് പിന്നെ ഞാൻ മാറുക. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ്സ്. ദിവസം രാവിലെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നാൾ ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂർ പോയിട്ട് അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം എനിക്ക് എന്തുകൊണ്ടൊക്കെയോ പറ്റുന്നില്ല. മാത്രമല്ല എനിക്ക് വീട്ടിൽ നിന്നുള്ള എനിക്ക് മാരേജ് പ്രഷർ, എൻ്റെ ബാവേച്ചി, ജിഷ എന്നാണ് പേര്, ബാവേച്ചി എന്നാണ് വിളിക്കുക രണ്ടാമത്തെ ചേച്ചീനെ, ബാവേച്ചി, വിൻചേട്ടൻ, നിഷേച്ചി, എല്ലാവരും വീട്ടിലമ്മ മാത്രമായില്ലേ. അപ്പം എല്ലാവരും കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാതെ പെൺകുട്ടികളെ കാണാൻ പോകാനുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷൻ, എന്താ ചെയ്യുക നമ്മൾ, എന്തെന്ന് പറയുക. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയിട്ട് എനിക്ക് ബാംഗ്ലൂരിൽ നിൽക്കക്കളിയില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പോരുക. ബാംഗ്ലൂരിൽ നിന്ന് പോന്നിട്ട് എനിക്ക് ഫൈനൽ ഇത് പറയേണ്ട അവസ്ഥ വരികയാണ് വീട്ടിൽ. ഫൈനൽ ഇതെനിക്ക് ഞാൻ എന്താണെന്നും ഞങ്ങളുടെ ബന്ധം എന്താണെന്നും എനിക്ക് പറയേണ്ട അവസ്ഥ വരികയാണ്. അപ്പം ഇത് ആദ്യമായിട്ട് ഞാൻ പറയാൻ തീരുമാനിക്കുന്നത് എൻ്റെ ബാവേച്ചിയോടാണ്, എൻ്റെ രണ്ടാമത്തെ ചേച്ചിയോടാണ് ഞാനിത് പറയാൻ തീരുമാനിക്കുന്നത്. അപ്പം എനിക്ക് പറയുമ്പോൾ അറിയാം ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാമായിരുന്നു. എങ്കിലും അവൾ കുറച്ചെങ്കിലും എന്നെ മനസ്സിലാക്കും, ഇത് ഞാൻ പറഞ്ഞതിന് ശേഷം കുറച്ചെങ്കിലും എന്നെ മനസ്സിലാക്കും എന്നുള്ളൊരു ധാരണയുടെ മുകളിൽ ഞാൻ പറയുകയാണ്. ആ പറയുന്ന ദിവസം എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ഞങ്ങള് തലേദിവസം ബാവേച്ചിയും വിച്ചേട്ടനൊക്കെ എൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നു. അവർ കോയമ്പത്തൂരിൽ നിന്ന് 2 ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നൊരു ദിവസം ഞാൻ പറയുന്നു. അപ്പോൾ അന്ന് വൈകിട്ട് ഞാൻ അവളോട് പറഞ്ഞു, ബാവേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത്, നാളെ ഞാൻ പറയും, നീ അത് ആരോടും പറയരുത് എന്നാണ്. അപ്പോൾ അവൾ പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചാൽ എന്താ കാര്യമാണ്. അവളുടെ മുഖമൊക്കെ പോയി, അവൾക്ക് ആകെ ടെൻഷനായി, മുഖമൊക്കെ പോയി. എന്താണ് കാര്യം, എന്താ? ഞാൻ പറഞ്ഞു നാളെ പറയാം. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അവൾ എന്നോട് പറഞ്ഞു, വാ നമുക്കൊന്ന് അമ്പലത്തിൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവളും അളിയനും കൂടിയിട്ട് അമ്പലത്തിൽ പോയി
പ്രാർത്ഥിച്ച് അവളെൻ്റെ ഇവിടെ ഒരു കുറിയൊക്കെ ഇങ്ങനെ അമ്പലത്തിൽ ഇട്ട് തന്നു. അതൊക്കെ ഞാൻ മുഴുവൻ ഓർക്കുന്നു, ആ കുറി ഇട്ട് തന്നതൊക്കെ. അപ്പോൾ കുറി ഇട്ട് തരുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ ഇടിക്കുക, കാരണം ഇതൊരു വലിയ ബോംബാണ് ഞാൻ അവളോട് പറയാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് അവൾ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഇടാ എന്താ കാര്യം പറയും. അപ്പം ഞാൻ പറഞ്ഞു പറയാം, ഇന്ന് വൈകിട്ട് പറയാം. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ അവൾ വന്നു. ഞാൻ ഉമ്മർത്തിരിക്കുക വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവൾ വന്നപ്പോൾ ഞാൻ അവളോട് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ കയ്യിലടിച്ച് സത്യം ചെയ്യുക, നീ കയ്യിലടിച്ച് സത്യം ചെയ്യുക, ഞാൻ പറയുന്ന കാര്യം നീ ആരോടും പറയില്ല എന്ന് സത്യം ചെയ്യുക. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, ആരോടും പറയില്ല, നീ പറയും, എന്നെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ ടിക്കോ എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുക, നീ എന്നെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ ടിക്കോ, പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഭാവിച്ച് ഞാൻ എങ്ങനെയാണ് ഗേ ആണ്, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഗേ കപ്പിളാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫ്രണ്ട്സ് അല്ല, ഗേ കപ്പിളാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ബന്ധമാണ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ഫ്രണ്ട്സായിട്ട് എന്ന് പറഞ്ഞു. അത് കേട്ട പാടെ അവളുടെ മുഖമൊക്കെ പോയി. ആദ്യം എന്നോട് ഇങ്ങനെ സ്നേഹത്തിൽ ഉപദേശിക്കാൻ തന്നു, നീ എന്താ പറയണത്, വീടിൻ്റെ സൽപ്പേര് കളഞ്ഞു കുടിക്കാൻ വേണ്ടിയിട്ടാണോ, വേറൊരാളും ഇത് അറിയരുത്, നമ്മൾ മാത്രമേ ഇത് അറിയാൻ പാടുള്ളൂ, ഇന്നത്തോട് കൂടിയിട്ട് അവനായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചേക്കണം. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കില്ല, ഞാൻ അവനെ വാക്ക് കൊടുത്തതാണ് ഈ ജന്മം മുഴുവൻ അവൻ്റെ കൂടെ ജീവിക്കുള്ളൂ എന്ന്, ഞാൻ അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പിന്നെ ഭാവിച്ച് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവാൻ തുടങ്ങി, എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞാനും തിരിച്ച് അതുപോലെ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. സീനാകെ മോശമായി. അങ്ങനെ അവൾ ഉള്ളിൽ ചെന്നിട്ട് വീണ്ടും ഉള്ളിൽ ചെന്നിട്ട് പിന്നെ ബ്രദറിലോനോടും അമ്മോടും എൻ്റെ മൂത്ത ചേച്ചിയോടും ഒക്കെ ഇത് പറഞ്ഞോട് കൂടിയിട്ട് പിന്നെ വീട് ഒരു മരിച്ച വീട് പോലെ തന്നെ അങ്ങോട്ടായി. സന്തോഷമില്ല, ചിരിയില്ല, ആരും TV പോലും വെക്കില്ല, എല്ലാവരും ആകെ കരച്ചിലും വിഷമവും ഒക്കെ, ആകെ ശരിക്കും മരിച്ച വീട് പോലെ. അങ്ങനെ പിന്നീട് അപ്പം അതിൻ്റെ മുകളിൽ ഒരുപാട് തല്ലൂട്ടങ്ങളും. അപ്പം അന്ന് വൈകിട്ട് അമ്മ അങ്ങനെ ഇരുന്ന് ഞാനിങ്ങനെ മറുത്തിങ്ങനെ കരഞ്ഞു കിടക്കുക, ഭക്ഷണമൊന്നും കഴിക്കിട്ടില്ല. അപ്പം അമ്മ എന്നെ വന്നിങ്ങനെ വിളിച്ച്, എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത്, ഞങ്ങൾ അമ്മയുടെ ബെഡ്റൂമിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പം അമ്മ ഇങ്ങനെ ഉറക്കെ കരഞ്ഞു എൻ്റെ അടുത്ത്, എന്താ ടിക്കോ നീ പറയണത്, നിന്നിലല്ലായിരുന്നോ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ മുഴുവൻ, എന്താ നീ ഇങ്ങനെ വഴി തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ വഴി തെറ്റിപ്പോയിട്ടില്ല, ഇത് ശരിയാണ്, ഞാനിങ്ങനെയാണ്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രയും പവിത്രമായിട്ടുള്ളൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പം അമ്മ ഉറക്കനൊക്കെ അറിയാൻ തുടങ്ങി, ഞങ്ങൾ വിഷം കഴിച്ച് മരിക്കുകയുള്ളൂ ടിക്കോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവസാനം അമ്മോട് പറഞ്ഞു, അമ്മ ഞാനും കൂടെ വിഷം കഴിച്ച് മരിക്കാം, നിങ്ങൾ മരിക്കുകയാണെങ്കിലും ഞാനും കൂടെ വിഷം കഴിച്ച് മരിക്കാം, പക്ഷെ അവനെ പിരിയാൻ എനിക്ക് പറ്റില്ല അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ സംഭാഷണങ്ങൾ അങ്ങനെ കഴിയണു. അമ്മയ്ക്ക് പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളായി മാറി, ഉറക്കമില്ല, ഒന്നുമില്ല, എനിക്കും ഉറക്കമില്ലാത്ത രാത്രികളായി മാറി, എൻ്റെ ചേച്ചിമാർക്കും അതുപോലെ ആയി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നീട് പലപ്പോഴും അവരെന്നോട് പല പ്രാവശ്യം എന്നോട് വല്ല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ചാൽ മാറും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനൊരു പൊടിക്ക് തയ്യാറായില്ല, കാരണം ഞാനത് അവൻ്റെ കൂടെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറച്ചു നിന്നു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ വീട്ടിലെല്ലാവരോടും പറഞ്ഞു, വീട്ടിലെല്ലാവരും അറിഞ്ഞു. എനിക്കറിയില്ല ആ സമയം മുതൽ കൃത്യം ആ സമയം മുതൽ രാജുവേട്ടൻ്റെ സ്വഭാവത്തിൽ മാറ്റം തുടങ്ങി. എന്നെ ഡെയിലി വിളിച്ചിരുന്ന ആള് ഡെയിലി വിളിക്കാട്ടായി. എനിക്ക് മെസ്സേജ് അയച്ചിരുന്ന ആള് മെസ്സേജിന് റിപ്ലൈ വളരെയധികം കുറഞ്ഞു, സ്നേഹപ്രകടനങ്ങൾ കുറഞ്ഞു. പക്ഷെ എനിക്കിതൊന്നും, ഇതെന്താ പറയുക, മാറും, ഇത് പഴയ പോലെയാവും എന്നുള്ള ധാരണയിൽ ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയുന്നു, ഞാൻ വീട്ടിൽ നിന്നൊക്കെ മാറി എറണാകുളം വന്ന് സെറ്റിലായി. അവനെ എറണാകുളത്ത് വരുത്താം എന്നുള്ളതില്ല, കാരണം പിറ്റത്തെ വർഷം ഓഗസ്റ്റ് 18-ാം തീയതി വരുന്നുള്ള ഉറപ്പിലാണ് ഞാൻ നാട്ടിലെത്തിയിരിക്കുന്നത്. വീട്ടിൽ പറഞ്ഞു, കഴിഞ്ഞു. അങ്ങനെ അവൻ്റെ
അവൻ്റെ ഭാഗത്തുനിന്ന് സ്വഭാവത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി. അപ്പോൾ ഈ സ്വഭാവത്തിലെ വ്യത്യാസം എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയത്. എനിക്ക് പിന്നെ വേറൊരു ഓപ്ഷനും ഇല്ല എൻ്റെ മുമ്പിൽ. കാരണം ഇത്രയും വർഷങ്ങൾ നമ്മൾ ഒരാളുടെ കൂടെ വിശ്വസിച്ച് ജീവിച്ചു, സ്നേഹിച്ച് ജീവിച്ചു. ഇനി എന്തായാലും മരണമായാലും ഒരുമിച്ച് എന്നുള്ള രീതിയാണ് പിന്നെ എനിക്ക് വരുന്നത്. എന്നാലും ഇപ്പം തന്ന വാക്ക് എൻ്റെ മുമ്പിലുണ്ട്. പിറ്റത്തെ വർഷം ഓഗസ്റ്റ് 18 എന്നുള്ളത്. അത് ഓരോ ദിവസവും കലണ്ടറിൽ എണീക്കുമ്പോൾ ഞാനിങ്ങനെ കലണ്ടറിൽ ഓരോ ഡേറ്റും ഇങ്ങനെ വെട്ടിടും. ഓരോ ഡേറ്റും ഇങ്ങനെ വെട്ടിട്ടിട്ട് ഞാൻ പോവാം. ഓരോ ദിവസം കഴിഞ്ഞ് ആ ദിവസം ഇങ്ങനെ നോക്കിയിരിക്കുക, പിറ്റത്തെ വർഷം ഓഗസ്റ്റ് 18 എന്നുള്ളത്. അങ്ങനെ ഓരോ നാൾ കഴിഞ്ഞു പോയി. അവൻ്റെ ആ ഒരു ഇച്ചിരി അകൽച്ചയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ആ പഴയ ഒരു സ്നേഹ ഇതൊക്കെ പ്രകടനങ്ങളൊക്കെ കുറേശ്ശെ നിന്നു. അധികം താമസിയാതെ അവൻ്റെ വീട്ടിലും ഈ സംഭവം അറിയാണ്, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അത് അപ്പച്ചനും അമ്മച്ചിക്കും ഒന്നും അറിയണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അറിയോ എന്നുള്ളതിന് എനിക്ക് വ്യക്തതയില്ല. പക്ഷെ സുബൈച്ചിക്കും ഷാജിച്ചിക്കും ഷാജുവേട്ടനെയും ഒക്കെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിവ് കിട്ടി. അവരുടെ വീട്ടിലും പ്രശ്നം വന്നു. അപ്പോൾ അവർക്കും ഇതിനെക്കുറിച്ച് അറിവായി എന്നായപ്പോൾ ഞാൻ പിന്നെ തീർത്തും എനിക്ക് അവിടെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്കായി കാര്യങ്ങൾ. എനിക്ക് അവിടേക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ എത്തുക. അപ്പോൾ അത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് ഞാൻ. അമ്മച്ചി, അപ്പച്ചൻ, ഇവരൊക്കെ സുമേച്ചി, ഷാജിച്ചി എന്നൊക്കെ എൻ്റെ ഒരു കുടുംബമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ കുടുംബത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റാത്തൊരു അന്തരീക്ഷമായപ്പോൾ അത് വീണ്ടും മനസ്സിന് ഭയങ്കര വിഷമം, പ്രഷർ, ടെൻഷൻ, സ്ട്രെസ്സ്, ഉറക്കമില്ലാത്ത രാത്രികൾ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. എന്നാലും എനിക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, ഞങ്ങൾ ഒരുമിച്ച് ആവും എന്നാണ്. അതിൽ തന്നെ ഞാനിങ്ങനെ തള്ളി നീക്കി, ഓരോ ദിവസവും തള്ളി നീക്കി. അങ്ങനെ പിറ്റത്തെ വർഷം ജൂലൈ എത്തി. ഓഗസ്റ്റ് 18 അവൻ വരുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂലൈ എത്തി. അപ്പം ആ ഒരു ഗ്യാപ്പിൽ തന്നെ പലപ്പോഴും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ പഴയ പോലുള്ളൊരു സ്നേഹപ്രകടനം രാജുവേട്ടനെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ കുറഞ്ഞു അതൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ മനസ്സിന് വിചാരിച്ചു ഒരുമിച്ച് ജീവിക്കുമ്പോൾ വീണ്ടും ഞങ്ങൾ തമ്മിൽ ആ പഴയൊരു ഇത് വരും എന്നാണ് ഞാൻ കരുതിയത്. ജൂലൈ ആയപ്പോൾ അവൻ്റെ ഫോൺ എനിക്ക് വന്നു. ഞാൻ വീട്ടിലുള്ളപ്പോഴാണ്, എൻ്റെ വീട്ടിൽ ഞാൻ ചെന്നൊരു ദിവസമാണ് അവൻ്റെ ഫോൺ വരുന്നത്. രാജുവേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉണ്ണിയെ നമുക്കിങ്ങനെ ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല, നമ്മുടെ സമൂഹം അത് അംഗീകരിക്കില്ല, നീ ഒരു വിവാഹം കഴിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കില്ല. നമ്മൾ റിലേഷൻഷിപ്പിലാണ്, നമ്മൾ കപ്പിളാണ്. ഇത്രയും വർഷങ്ങൾ നിന്നെ വിശ്വസിച്ച് ജീവിച്ചതാണ് ഞാൻ. ഇത്രയും അപ്പോഴേക്കും ഓൾമോസ്റ്റ് 12-13 years ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും 13 years ആയിട്ടുണ്ട്. ഇത്രയ്ക്കും വർഷങ്ങൾ നിന്നെ വിശ്വസിച്ച് ഒരുമിച്ച് ജീവിച്ചതാണ്. എനിക്ക് ഇനി വേറൊരു ബന്ധത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഉടനെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിവാഹം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുകയാണ്, എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടോടു കൂടിയിട്ട് എൻ്റെ തലയ്ക്ക് ഒരു 1000 ഇടിവെട്ട് വന്ന് കിട്ടിയ പോലെയാണ്. ഞാൻ ഭൂമി പിളർന്ന് അടിയിലേക്ക് പോണ പോലെയാണ് എനിക്ക് ഫീലായത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമി പിളർന്നിട്ട് ഞാൻ അടിയിലേക്ക് പോവുകയാണെന്ന് എനിക്ക് തോന്നി. കാരണം സമൂഹം അംഗീകരിക്കാത്തൊരു ബന്ധം. എന്നോട് എൻ്റെ ഫ്രണ്ടായിരുന്ന ആൻ്റണി അന്ന് എന്നോട് പറഞ്ഞുമായിരുന്നു, രാജുവേട്ടൻ നിന്നെ ചതിക്കൂട്ടാന്ന് പറഞ്ഞു. അപ്പോഴും ഇവ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് വിശ്വസിച്ചു. ആരുടെയും വാക്കുകൾ നോക്കാതെ എല്ലാവരെയും മാറ്റി നിർത്തി, വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് പോലും അവനെ വിശ്വസിച്ച് ഇത്രയും വർഷങ്ങൾ സ്നേഹിച്ചിട്ട് അവസാനം അവനത് പറഞ്ഞപ്പോൾ എനിക്കതൊരു ഷോക്കായിരുന്നു. ഞാൻ ആ ഫോൺ അത് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യും. ഫോൺ കട്ട് ചെയ്തപ്പോൾ ഞാൻ ഉറക്കം നിലവിളിക്കുക. ഒരു രാത്രി 10 മണി 11 മണി സമയത്താണ് ഈ സംഭവം അവൻ വിളിക്കുന്നത്. 10:45 11 മണി സമയത്ത്.
ഞാൻ ഉറക്കി അങ്ങ് നിലവിളിച്ചു. അപ്പം എൻ്റെ നിലവിളി കേട്ടപ്പോൾ അമ്മ ഓടി വന്നു. വീടിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മ ഓടി വന്നു. എന്നിട്ട് അമ്മ അങ്ങനെ അടുത്ത് വന്നു. എന്താന്ന് ചോദിച്ചിട്ട് അടുത്ത് വന്നു. അപ്പം ഞാൻ അമ്മയെ അങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കരഞ്ഞു. അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാൻ ഉറക്കെ നിലവിളിക്കുക. അപ്പം അമ്മയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അമ്മ അവനെ ചതിച്ചു അമ്മ എന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ആരൊക്കെ നമ്മളെ വിട്ടുപോയാലും നമ്മൾ ജീവിക്കണം, അതാണ് ജീവിതം എന്നിങ്ങനെ പറഞ്ഞു. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിലും ഞാൻ ആദ്യമായിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. എൻ്റെ ബുദ്ധി ഉറച്ചതിൻ്റെ ശേഷം എൻ്റെ അമ്മയെ ഞാൻ അന്ന് ആദ്യമായിട്ട് കെട്ടിപ്പിടിക്കുന്നത് അപ്പോഴാണ്. വളരെ ക്ലോസ് ആയിരുന്നു, പക്ഷെ അങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട സാഹചര്യമൊന്നും എനിക്ക് അമ്മയെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഞാൻ നെഞ്ചു പൊട്ടി, നമ്മൾ പറയില്ലേ നെഞ്ചു പൊട്ടി കരയാന്നൊക്കെ പറയില്ല, നെഞ്ചു പൊട്ടി ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചന്ന് കരഞ്ഞു. അങ്ങനെ അതിന് ശേഷം പിന്നെ ഇവനോട് സംസാരിക്കാണ്ടായി. ഇവനോട് ഒട്ടും സംസാരിക്കാതെ അതിന് ശേഷം ഞാൻ വിളിക്കുമായിരുന്നു ഇടയ്ക്ക്. കാരണം എനിക്ക് നമ്മൾ അത്രയും സ്നേഹിച്ചതല്ലേ, അപ്പം എൻ്റെ മനസ്സിൽ നിന്ന് ഇത് പോകുന്നില്ല. ഞാൻ വിളിക്കുമ്പോൾ ഒക്കെ ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങി. ഫോൺ വിളിച്ചെടുക്കില്ല. അങ്ങനെ ഞാൻ ആകെ സങ്കടത്തിലായി. ഞാൻ ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലായി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭ്രാന്താവസ്ഥ പോലെ ആവാൻ തുടങ്ങി. ഇത് വീട്ടുകാരാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. സെക്ഷൻ 377 ഡീക്രിമിനലൈസ് ചെയ്തിട്ടുള്ള സമയമായിട്ടില്ല. അതിൻ്റെയൊക്കെ ശേഷമാണ് ഇത് ഡീക്രിമിനലൈസേഷനൊക്കെ വരുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് ഞാൻ അന്ന് കടന്നു പോയത്. പക്ഷെ ഇവൻ്റെ മനസ്സൊന്നും പോകണ്ടായിരുന്നില്ല, അതൊരു സത്യമാണ്. അപ്പം പിന്നെ എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ല അവനായിട്ട്. ഞാൻ വിളിച്ചെടുക്കില്ല, സംസാരിക്കില്ല. എനിക്ക് അവനായിട്ടുള്ള കോണ്ടാക്റ്റൊക്കെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക, കോണ്ടാക്റ്റൊക്കെ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞ കാലാവധി ഓഗസ്റ്റ് 18 ഞാനിങ്ങനെ കലണ്ടറിൽ നോക്കി, ഒന്നുമില്ല, ഫോണും ഇല്ല, വന്നുമില്ല. അത്രയും ഞാൻ കാത്തിരുന്നതൊക്കെ വെറുതെ ആയി, കരച്ചിലായി എൻ്റെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പം വർഷങ്ങൾ ഇങ്ങനെ പോവുക. എനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒന്നും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ എറണാകുളത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 1-2 വർഷങ്ങൾ വീണ്ടും കടന്നു പോവുക. 1-2 വർഷങ്ങൾ കടന്നു പോയിട്ട് ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇവൻ്റെ വീടെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ എന്തെങ്കിലും വിശേഷങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും വഴിക്ക് ഞാൻ അറിയും. അപ്പം 2 ഇയേഴ്സോളം വീണ്ടും ഞാൻ പിന്നെ ഇവനെ വെയിറ്റ് ചെയ്യുക. കാരണം എനിക്ക് അറിയണില്ല ഇവൻ ഇനിയിപ്പോൾ എന്തിൻ്റെ ബേസിൻ്റെ മുകളിലാണ് എന്നോടത് പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ. ഇവൻ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇവൻ്റെ വിവാഹം നടന്നതായിട്ടൊന്നും ഞാൻ അറിയുന്നുമില്ല. ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒക്കെ ഞാൻ ഏതെങ്കിലും വഴി കൂടെ അത് അറിയാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഇല്ല, അവൻ്റെ വിവാഹം കഴിയുന്നില്ല. പിറ്റത്തെ വർഷവും ഒക്കെ കഴിഞ്ഞു, അവൻ്റെ വിവാഹം കഴിയുന്നില്ല. അപ്പോൾ എനിക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ, പുതിയൊരു ഗേ ആയിട്ടുള്ളൊരു പാർട്ട്ണറായിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ആൻസർ എനിക്ക് കിട്ടണം. അതെനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ അവസാനം എനിക്ക് ഇവൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഗൾഫിലെ ഫോൺ നമ്പർ. ആ നമ്പർ ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ള നമ്പറാണ്, ഹെറ്റി സലാത്തിൻ്റെ നമ്പർ. ആ നമ്പർ എനിക്ക് കാണാപ്പാടമാണ്. ആ നമ്പർ ഞാനാണ് ഇവ ആദ്യമായിട്ട് ദുബായിൽ വന്നപ്പോൾ അവൻ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അത് ഇന്നും എൻ്റെ മനസ്സിൽ അത് മനപ്പാടായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ആ നമ്പർ എനിക്കറിയാം, പക്ഷെ എൻ്റെ മൊബൈലിൽ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കില്ല. അങ്ങനെ ഞാൻ എൻ്റെ ദുബായിൽ ഒരു ഫ്രണ്ട് ഉള്ളത് ജെറി ജോൺ കുര്യൻ, ജെറിയോട് പറഞ്ഞിട്ട് ഞാൻ ഒരു വിസ ആരും അറിയാതെ ഞാനൊരു വിസ ഒപ്പിക്കുകയാണ് ദുബായിലോട്ട്. വീണ്ടും 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇവനിത് പറഞ്ഞ് കോണ്ടാക്ട്സ് ഒക്കെ എല്ലാം കഴിഞ്ഞ് 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ഇവൻ്റെ മാരേജൊന്നും നടന്നിട്ടില്ല. ഞാനും സിംഗിളായിട്ട് ഇതേപോലെ തന്നെ ജീവിക്കുന്നു. അപ്പം എനിക്ക് എന്തെങ്കിലും ഒന്ന് അറിയണം. അങ്ങനെ ജെറിയോട് ഞാനൊരു വിസ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞ് ജെറി എനിക്കൊരു വിസ തന്ന് ഞാൻ ദുബായിലോട്ട് കയറുന്നു. ശബ്ദമൊക്കെ എനിക്ക് കുറേശ്ശെ ഇടാൻ തുടങ്ങി. അപ്പോൾ അവിടെ തന്നെ ഹോട്ടലിൽ ഒരു അക്കോമഡേഷനും ജെറി എനിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഹോട്ടലിലെത്തി ഞാൻ അവിടെ പുതിയൊരു നമ്പർ എടുത്തിട്ട്
ഞാൻ ആ നമ്പറിൽ നിന്ന് ഇവൻ്റെ നമ്പറിലേക്ക് ഫോൺ ചെയ്തു. അവൻ ഫോൺ എടുത്തു. അവനറിയില്ലല്ലോ ഇത് ഞാനാ വിളിക്കണമെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, രാജുവേട്ടാ ഞാനാണ്. അപ്പം എൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും അവന് മനസ്സിലായി. നീ എന്താ ഇവിടെ എന്ന് ഭയങ്കര ഷോക്കിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളതാണ് ഞാൻ, എനിക്ക് കാണണം. അപ്പോൾ ശബ്ദത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അത്രയും വർഷം കണ്ടിട്ടുള്ള രാജുവേട്ടനല്ല അവൻ. ഞാൻ കണ്ടേ പറ്റുള്ളൂ, നിന്നെ കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എന്നിട്ട് ഞാൻ ഹോട്ടലിൻ്റെ അഡ്രസ്സ് അവൻ്റെ മൊബൈലിൽ അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം വന്നു, ഒരു 5 മണിയാകുമ്പോൾ വന്നു. വന്ന് ഞാൻ താഴെ വന്നിട്ടാണ്, ഹോട്ടലിൻ്റെ താഴെ വന്നിട്ടാണ് അവനെ കാണുന്നത്. അവിടുത്തെ ഒരു വലിയ വണ്ടിയൊക്കെയാണ് അപ്പോൾ ഓടിക്കണത്. ആ ഗ്യാപ്പിൽ പുള്ളിക്കാരൻ കുറച്ചും കൂടി ഒക്കെ ഉയർന്നിരിക്കുന്നു, ജോലിയോ എന്തൊക്കെയോ കുറേ കൂടി ഉയർച്ചയിലായി. അപ്പോൾ ഒരു വലിയ വണ്ടി ഓടിച്ചു വന്നു അവൻ. അപ്പം ഞാൻ പറഞ്ഞു, മുകളിലേക്ക് ഏട്ടാ നമുക്ക് മുകളിൽ പോയിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വലിയ ഇഷ്ടമില്ലാത്ത പോലെ എന്നോട് കാണിച്ചു. അപ്പം അപ്പം തന്നെ എനിക്ക് ബോധ്യമായി ഞാൻ ഇത്രയും കാലം സ്നേഹിച്ച രാജുവേട്ടനല്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്ന രാജുവേട്ടൻ എന്നുള്ളത്. ഞാനും എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ തുടങ്ങി. ഞാൻ മുകളിലേക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും മുകളിലേക്ക് പോയി. റൂമിൽ ചെന്ന് ആ കട്ടിലിൻ്റെ ഒരു ഭാഗത്ത് ഞാനും മറുഭാഗത്ത് അവനും ഇരുന്നു. അപ്പോഴും എനിക്കിതൊന്നും അറിയില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. അപ്പോഴും എനിക്കിതൊന്നും അറിയില്ല. ഞാൻ അവനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു നിനക്ക് വേണ്ടി. എത്ര വർഷങ്ങളായി, നമ്മൾ എത്ര വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, എത്ര നാളായി ഞാൻ ഒരുമിച്ച് കാത്തിരിക്കുന്നു നിനക്ക് വേണ്ടി. അപ്പം അവ ഒന്നും പെട്ടിട്ടില്ല. ഉടനെ എന്നോട് പറഞ്ഞു, എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്, അടുത്ത മാസം എൻ്റെ കല്യാണമാണ്. അതൊരു ഷോക്കായിരുന്നു എനിക്ക്, അടുത്ത മാസം കല്യാണമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവനോട് നുണ പറയുമായിരിക്കും. കാരണം പലപ്പോഴും ഇവൻ്റെ വാക്കുകൾ എനിക്ക് അറിയണില്ല, എന്താ സത്യമാണോ അതോ ഇനി ഞാൻ വിവാഹം കഴിച്ച് കാണാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, ചേട്ടാ നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ഇത്രയും വർഷങ്ങൾ നിനക്കിങ്ങനെ ഇതായിരുന്നു എങ്കിൽ നീ തുടക്കത്തിൽ എന്തിനായിരുന്നു എന്നെ ഞാൻ അകലാൻ നോക്കിയതാണ്, ഒരുപാട് അകലാൻ നോക്കിയതാണ് തുടക്കത്തിൽ. എൻ്റെ മനസ്സിലന്ന് പറഞ്ഞിരുന്നു വേണ്ട വേണ്ട എന്നുള്ളത്. അകലാൻ നോക്കിയപ്പോൾ അവനായിരുന്നു എന്നെ ഓരോന്ന് ബ്ലേഡ് കൊണ്ട് കൈ മുറിച്ചിട്ടും അതും ഇതുമൊക്കെ ചെയ്തിട്ട് എന്നെ അങ്ങനെ അടുപ്പിച്ചത്. അപ്പം ഞാനത് അവനോട് ചോദിച്ചു ആ സമയത്ത്, പിന്നെ എന്തിനായിരുന്നു നീ അത് ചെയ്തത്, എന്തിനായിരുന്നു എന്നെ ഇങ്ങനെ ഓരോന്ന് കാട്ടിയിട്ട് അടുപ്പിച്ച്? ഈ 14 വർഷം കഴിഞ്ഞിട്ട് വേണ്ടാന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ ആലോചിക്കുന്നുണ്ടാവും. അപ്പം അവൻ അവിടുത്തെ ആ ഫാനിൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടന്നു. എൻ്റെ മുഖത്തേക്കേ നോക്കുന്നുണ്ടായിരുന്നില്ല, എൻ്റെ കണ്ണിലോട്ടേ നോക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ വേണ്ട എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ പിന്നെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഗുഡ് ബൈ പറയാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. അപ്പം അത് പറഞ്ഞ് എന്തോ ഞാൻ പറഞ്ഞു, ഞാൻ കരഞ്ഞു, അവനും കരഞ്ഞു, അവൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നു. ഞാനത് അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു. ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. അവനെ പോകാൻ വേണ്ടിയിട്ട് അവൻ എണീറ്റു. ഞാൻ അവനെ ചെന്ന് കെട്ടിപ്പിടിച്ച് അവസാനമായിട്ട് ഞാൻ അവൻ്റെ കവിളിൽ ഞാനൊരു ഉമ്മ കൊടുത്തു അവനെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് അവസാനത്തെയാണ്, ഈ ജീവിതത്തിൽ ഞാൻ നിന്നെ കാണില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പം അവൻ താഴത്തേക്ക് പോവുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരാം, വണ്ടി വരെ നിന്നെ കൊണ്ടാക്കാൻ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും താഴത്തേക്ക് അങ്ങനെ ഞാനും താഴത്തേക്ക് ചെന്നു. അങ്ങനെ അവൻ വണ്ടി എന്നോട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, ഞാനും കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് ഞാൻ അപ്പോഴേക്കപ്പം തന്നെ തിരിച്ച് റിട്ടേൺ എടുത്ത് ഞാൻ പോന്നു. എനിക്ക് വീണ്ടും വിസ അവിടെ നിൽക്കാൻ ഒരു മാസം 29-28 ദിവസമാണ് വീണ്ടും ബാക്കിയുണ്ടായിരുന്നു. ഹോട്ടലിലും ഒരുപാട് ദിവസം ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, ഞാൻ പോന്നു.
ഞാനിപ്പോ ഈ കറിഞ്ഞത് അവനോടുള്ള ആ പ്രണയമോ അല്ലെങ്കിൽ അതൊന്നുമല്ല. ആ പ്രണയമൊക്കെ എനിക്ക് എന്നെ അവസാനിച്ചു കഴിഞ്ഞു. ആ പ്രണയമല്ല. പക്ഷെ ഇവന്റെ ഈ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് 14 വർഷം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. എന്നോട് എൻ്റെ ഫ്രണ്ടായാലും ആരായാലും അത് വേണ്ട എന്ന് ഉപദേശിച്ചപ്പോഴും ഞാനത് കേട്ടില്ല. എൻ്റെ അമ്മ എൻ്റെ വീട്ടുകാർ ഇത് അറിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിനക്ക് അവൻ വേണോ ഞങ്ങൾ വേണോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ അവൻ മതി എന്നാണ് പറഞ്ഞത്. കാരണം അവന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കടലിൻ്റെ അവിടെ വെച്ച് കൊടുത്ത ആ വാക്ക്, ഈ ജന്മവും ഇനിയുള്ള 7 ജന്മവും അവൻ്റെ കൂടെ ജീവിക്കാമെന്ന് കൊടുത്ത വാക്ക് എൻ്റെ മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ അവൻ്റെ കൂടെ ജീവിക്കുകയുള്ളൂ. അത് അമ്മയെ വേണ്ട എന്നല്ല, അമ്മ എൻ്റെ ജീവനാണ്. എൻ്റെ ജീവന്റെ ഫുള്ളാണ് അമ്മ, ഭാഗമാണ് അമ്മ. പക്ഷെ അമ്മ മകൻ ബന്ധം അല്ലെങ്കിൽ അമ്മ മകൾ ബന്ധം എന്ന് പറയുന്നത് ഒരാൾക്കും മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാലും ആർക്കും മുറിച്ചു മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്ന ബന്ധം അത് മുറിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാനന്ന് എനിക്ക് അവൻ മതി എന്ന് പറഞ്ഞത്. പക്ഷെ അവൻ എന്നെ ഇമാതിരി തേച്ചു എന്ന് തന്നെയല്ലേ അതിന് പറയേണ്ടത്, അല്ലേ? ചതിച്ചു എന്ന് തന്നെയല്ലേ അതിന് പറയുക. എനിക്കറിയില്ല ഇതില് ഈ ഒരു കഥയില്, എൻ്റെ ഈ ഒരു കഥയില് എനിക്കിപ്പോഴും അറിയാത്തത്, എനിക്കിപ്പോഴും മനസ്സിലാവാത്തതും, ഞാൻ എൻ്റെ വീട്ടിൽ ഇത് അവതരിപ്പിക്കുന്ന വരെയും ഉണ്ണിയുടെ കൂടെ ജീവിക്കണം, ഉണ്ണിയുടെ കൂടെ എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ ആള് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ മാറിക്കളഞ്ഞു. അതെന്തുകൊണ്ടാവും മാറി അല്ലെങ്കിൽ എങ്ങനെ മാറി അതെനിക്കിപ്പോഴും അറിയില്ല. ഇനി ഈ കഥയിൽ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു ട്വിസ്റ്റും കൂടിയുണ്ട്. അതുകൂടി ഞാൻ പറയാം. ഞാനന്ന് നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറിയപ്പം ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നു. ഞാൻ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് അപ്പം ഇവ എന്നോട് പറഞ്ഞിരുന്നല്ലോ, ഹോട്ടൽ റൂമിൽ വെച്ച് പറഞ്ഞിരുന്നു പിറ്റത്തെ മാസം അവൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എറണാകുളത്ത് ഞാൻ ജീവിക്കുന്നത്. ഇനി അവൻ്റെ കല്യാണ ന്യൂസ് ആയിരിക്കും ഞാൻ കേൾക്കുക എന്നുള്ളത്. പക്ഷെ പിറ്റത്തെ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഇവൻ ഓഗസ്റ്റിൽ നാട്ടിൽ വന്നിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ ഗൾഫിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാനത് അറിഞ്ഞില്ല. ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം സെപ്റ്റംബറിൽ സോറി കേട്ടോ കണ്ണ് പറഞ്ഞു, സെപ്റ്റംബറിൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് ചെല്ലുക. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടി ഞാൻ ചെല്ലും. ഞാൻ ചെന്ന സെപ്റ്റംബർ 2ാമത്തെ ആഴ്ചയിലോ 3ാമത്തെ ആഴ്ചയിലോ ഞാൻ എൻ്റെ വീട്ടിലെത്തിയ ദിവസം എൻ്റെ ശാന്തമ്മയുടെ മകൻ റലീഷേട്ടനും വൈഫും കുട്ടികളും കൂടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നു. അന്നൊരു 5 മണി 6 മണി ടൈമിലാണ് അവർ വന്നത്. അവർ കയറി വന്നപ്പോൾ ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ കയറി വന്ന് ഉടനെ എന്നോട് പറഞ്ഞു, നീ അറിഞ്ഞില്ലേ രാജു ഒരു പെണ്ണിനെ വിളിച്ച് വന്നല്ലോ വീട്ടില്? ഞാൻ ആകെ ഷോക്കായി. എനിക്ക് എൻ്റെ തലയ്ക്ക് വീണ്ടും ഒരു 10 എനിക്ക് റലീഷേട്ടൻ പറയണതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതെയോ എന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ തല ഇങ്ങനെ കിടന്ന് കറങ്ങുക. എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. പക്ഷെ ഇവർക്ക് ആർക്കും ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവന്റെ മുമ്പിൽ എനിക്കത് കാണിക്കാനും പറ്റില്ല. ഞാൻ ആരാ അവ പണ്ട് ചെറുപ്പത്തില് ആ പാർക്കാടി അമ്പലത്തിന്റെ അപ്പുറത്തെ വീട്ടിൽ ആ പെൺകുട്ടീനെ സ്നേഹിച്ചിരുന്നില്ലേ, ദീപ. അവൾ ആദ്യം ഒരു കല്യാണം കഴിഞ്ഞ് അത് ഡിവോഴ്സായി. 2ാമതൊരു കല്യാണം കഴിച്ചു, അതും ഡിവോഴ്സായി. ഇപ്പൊ 2ാമത്തെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് അവള് നിൽക്കുകയായിരുന്നു. ആദ്യത്തിൽ ആൺകുട്ടിയുണ്ട്, 15 വയസ്സായ ആൺകുട്ടിയുണ്ട്. ഈ കല്യാണം നടക്കുന്ന സമയത്ത് 15 വയസ്സായ ആൺകുട്ടിയുണ്ട് അവൾക്ക്. അവളെ തന്നെയാണ് അവൻ കല്യാണം കഴിച്ചത്. ഞാനാകെ ശരിക്കും മരവിച്ച് എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഞാനും അമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അത് കേട്ടിട്ട്.
അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഇതാണുള്ളത്. പക്ഷെ നമുക്ക് ഇപ്പൊ റെലീഷേട്ടനും ജിബി ചേച്ചിയൊക്കെ വരുമ്പോ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ശരിക്കും തല കറങ്ങുമായിരുന്നു. എനിക്ക് ചെവി ഇങ്ങനെ എന്തോ റെലീഷേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ചെവിയില് ആ വോയിസ് 3-4 തവണ എന്റെ ചെവിയിൽ ഇങ്ങനെ വന്ന് അടിക്കുമായിരുന്നു. തല കറങ്ങുണ്ടായിരുന്നു എനിക്കത് കേൾക്കുമ്പോൾ. കാരണം ഞാൻ ഇത്രയധികം വിശ്വസിച്ച ഒരു വ്യക്തി, ഇത്രയും വർഷങ്ങൾ ഞാൻ ഒരുമിച്ച് ജീവിച്ച ഒരു വ്യക്തി ഈ ഒരു ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. എന്തായിരുന്നു അതിന്റെ പിന്നിലെ റീസൺ എന്നും എനിക്കിപ്പോഴും അറിയില്ല. അവന്റെ വീട്ടുകാരെ പെണ്ണന്വേഷിച്ചിരുന്നു, ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇവളെ വിളിച്ചുകൊണ്ട് വന്നു. എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ വീട്ടില് ഞാനിത് അവതരിപ്പിച്ചതിന്റെ ശേഷമായിരുന്നു അവൻ എന്നോടുള്ള അപ്രോച്ച് മാറിയിട്ട്. അതിന്റെ പുറകില് എന്തായിരുന്നു ഏതായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല. ഇനി എനിക്കറിയാൻ താല്പര്യവുമില്ല. ഇനി എൻ്റെ ഭാവിച്ച് എന്തെങ്കിലും അവനോട് പറഞ്ഞോ, വിൻചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ, അമ്മ എന്തെങ്കിലും പറഞ്ഞോ, പക്ഷെ അവരാരെന്തു പറഞ്ഞാലും എന്തു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ എന്നോട് കാണിച്ചത് വലിയ ചതി തന്നെയാണ്. കാരണം അവൻ്റെ ഒരു വാക്കിന്റെ മുകളിൽ മാത്രം സ്നേഹിച്ച് 10-14 വർഷത്തോളം അവൻ്റെ കൂടെ ജീവിച്ചവനാണ്. അപ്പോൾ അങ്ങനെ അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് കഴിഞ്ഞു എന്നുള്ളത്. പിന്നീട് അതിന് കരകയറാൻ ഒത്തിരി സമയം എനിക്കെടുത്തു. ഞാൻ ഭയങ്കര ഷോക്കിലായി. എനിക്കൊരാളെ വിശ്വസിക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, ആ വിശ്വസിക്കാനുള്ള കഴിവ് പോലും എനിക്ക് നഷ്ടപ്പെട്ടായിരുന്നു. ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാനസികമായിട്ട് ആകെ തകർന്നു, ഡിപ്രഷനായി, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, കരച്ചിലായി. ഒരു 2 വർഷത്തോളം പിന്നീട് എൻ്റെ ജീവിതം നരകമായിരുന്നു. എനിക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. കരച്ചിലൊഴിച്ച് വേറെ ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. ഒരു യാദൃശ്ചികമായിട്ട് ഒരു യന്ത്രമനുഷ്യൻ ജീവിക്കണ പോലെ ഞാൻ ജീവിച്ചു പോയി എറണാകുളത്ത്. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ മനസ്സിനൊരു ബലം കൊടുത്തു. എൻ്റെ ജീവിതത്തിൽ ഒരു അധ്യായം അവസാനിച്ചു. എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഇതൊക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ആരോ കാത്തിരിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ആരോ കാത്തിരിക്കുന്നുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി. ആ മനസ്സ് പറയുന്നതാണ് ഞാൻ സോനുവിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഇനി സോനുമായിട്ടുള്ള ഒരു ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി ഒരു ചെറിയ ബ്രേക്ക് നമുക്ക് എടുക്കാം. കാരണം എല്ലാവരും ഇത് കേട്ട് എത്രത്തോളം സമയം ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല. കേൾക്കുന്നവർക്ക് എങ്ങനെയാണ് ഫീൽ ആയിട്ടുള്ളതെന്നും എനിക്കറിയില്ല. ഇതാണ് എൻ്റെ സ്റ്റോറി. അപ്പോൾ ഈ ജന്മവും അടുത്ത 7 ജന്മവും എൻ്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞ ആള് ഈ ജന്മത്തിൽ തന്നെ എന്നെ ഇട്ടിട്ട് പോയി. എനിക്ക് സങ്കടമില്ല. നീ സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുക. ഞാൻ എൻ്റെ ജീവിതമായി. ഇനി എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഈ ജന്മവും അടുത്ത 7 ജന്മവും എനിക്ക് നിന്നെ കാണും വേണ്ട, നിന്റെ ആയിട്ട് എനിക്ക് ജീവിക്കും വേണ്ട. പക്ഷെ നിന്നോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. നീ എവിടെയെങ്കിലും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. എൻ്റെ അമ്മോടും എൻ്റെ ചേച്ചിമാരോടും ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെയാണ് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദനിപ്പിച്ചതിനെല്ലാം ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എല്ലാവരും എന്തും ഒരുപാട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അറിയാതെ ചെയ്ത തെറ്റിനെ എന്നോട് ക്ഷമിക്കുക. അപ്പൊ ഇതാണ് എൻ്റെ സ്റ്റോറി. ഇതാണ് മൈ സ്റ്റോറി. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി സോനുമായിട്ടുള്ള എൻ്റെ കഥ ബാക്കി കെടുക്കുകയാണ്. ആ കഥയായിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ വരും. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.